നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സഭയുടെ പിതാക്കന്മാർ പാടി എന്താണ്? അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംബദനായി സ്വന്തം ആത്മാവിനെ സ്വയമേ കൊല്ലുമെന്ന് പറയത്. അലസത ലേശം ബാധിച്ചാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മളിൽ ആരും അലസത ഇല്ലാത്തവരാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഇരുവായത്തിലുള്ള ആളാണ് കർത്താവിൻ്റെ വചനം, ഭയത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അലസത, പ്രാർത്ഥനാ ജീവിതത്തിൽ അലസത വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ഉദാസീനത വരാത്ത ആരെങ്കിലും ഉണ്ടോ? കൃത്യസമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവോട് വന്ന് നോക്കിയിരിക്കുകയാണ്, എന്ത് കാര്യവും മാറ്റി വെച്ച് ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്നാൽ എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? അഥവാ വിശുദ്ധന്മാരെ പിതാക്കന്മാർ പാടിയെന്താണ്? അലസത ലേശം ബാധിച്ചാൽ അശുഭവഴിക്ക് വശംബദനായി സ്വന്തം ആത്മാവിനെ ഞാൻ തന്നെ നിഹനിക്കും, ഞാൻ തന്നെ കൊല്ലുമെന്ന്. ആത്മാവ് മരിച്ചു പോകുമെന്ന് ദാവീദിനാക്ക് എഴുതിയാണ് വന്നത്. ദാവീദ് ഉച്ചയൂണ് കഴിഞ്ഞേച്ച് ഒന്ന് വിശ്രമിച്ചു. ഉച്ചയൂണ് കഴിഞ്ഞേച്ച് അല്പനേരം ചാരി കിടന്ന് വിശ്രമിക്കുന്നത് തെറ്റാണോ? ഞങ്ങൾക്കൊന്നും ഒരിക്കലും നേരം കിട്ടാറില്ല ജീവിതത്തിൽ. കാരണം നമുക്ക് തിരക്ക് പിടിച്ച ജീവിതം, അതും നല്ലതാണ്. ഒരു തിരക്കും ഇല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോൾ ഈ പിശാചിൻ്റെ എന്താണ്, ചുമ്മാ ഇരിക്കുന്ന മനുഷ്യരുടെ ഹൃദയം പിശാചിൻ്റെ എന്താണ്, പണിപ്പുരയാണെന്ന്. ആൻ ഐഡിയൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ്. പിശാച് കെണിയൊരുക്കും. അലസരായിട്ട് ആരും ഇരിക്കരുത്, ഒരു മിനിറ്റ് പോലും അലസരായിട്ടിരിക്കരുത്. എന്തെങ്കിലും ആത്മീയ പുസ്തകങ്ങൾ വായിച്ചോളണം. നിങ്ങൾക്ക് സമയമുള്ളവർ ഒന്നും വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളവിടെ ഇരിക്കാൻ പറ്റുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ഈ തിരുവചനം അങ്ങ് വായിച്ചോളണം. ഞാനിത് മുഴുവനും സമയം ഫ്ലൈറ്റിലെല്ലാം പോകുമ്പോൾ എപ്പോഴും വായിക്കുന്ന ഇതാണ്. എനിക്ക് ആര് കാണുമെന്നുള്ള ചിന്തയില്ല. കാരണം ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. ഒരു സെക്കൻഡ് കളയരുത്. ഞാൻ ഈ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കഴിയുന്ന സമയം മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കും, മുഴുവൻ സമയവും. ഒരു മിനിറ്റ് പോലും കളയരുത്. കാരണം അലസത വന്നാൽ പിശാചിൻ്റെ ഉള്ളിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ദാവീദ് കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്നുള്ള തീരുമാനമുള്ള ആളായിരുന്നു ദാവീദ്. എന്നാൽ ദാവീദ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ഒന്ന് വിശ്രമിച്ചു. ഒരു അല്പനേരം ഒന്ന് ചുമ്മാ ഒന്ന് പൂന്തോട്ടത്തേക്കിടെ ഒന്നും ഇല്ലാത്തേക്കാന്ന് വിചാരിച്ചു. കേൾക്കൂ, സംഭവിച്ചത് എന്താണ്? സൂക്ഷ്മതയോടെ ജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വലിയ ആത്മീയ അധപ്പതനത്തിലേക്ക് മുഴുവനും തകർത്ത് കളയാനായി എന്താണ്? നിങ്ങൾ ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ഊടാടിക്കൊണ്ട് ചുറ്റി നടക്കുകയാണ്. ആർക്കെങ്കിലും ഒരു തീരുമാനം എടുക്കാമോ? വ്യക്തമായിട്ടൊരു തീരുമാനം. ഞാൻ ഒരു കാരണവശാലും എന്നെ തന്നെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കുകയില്ല. ഞാൻ ഒരു കാരണവശാലും മദ്യപാനത്തിലേക്ക് പോവുകയില്ല. ഞാൻ ആരോടും പക വെച്ചുകൊണ്ടിരിക്കുകയില്ല. ഞാൻ ഒരിക്കലും ആരോടും ഒരു കാരണവശാലും വൈരാഗ്യപ്പെട്ടുകൊണ്ടിരിക്കുകയില്ല. എന്ത് കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഞാൻ ആരോടാണെങ്കിലും ക്ഷമ പറഞ്ഞിരിക്കും. അങ്ങനെയെല്ലാം എടുത്ത് വ്യക്തമായി തീരുമാനം നിങ്ങൾ എടുക്കാമെങ്കിൽ, ഇപ്പം 4 പിശാചിനെ ഏൽപ്പിച്ചേക്കണമെങ്കിൽ 40 പിശാചിനെയും ഒരു റീജിയണൽ കമാൻഡറേയും കൂടെ ആരേൽപ്പിക്കും? സാത്താൻ എന്ത് ചെയ്യുമെന്നറിയോ? അവൻ വീരനാണ്. അവൻ എന്ത് ചെയ്യുമെന്നറിയോ? അവൻ എങ്ങനെയെങ്കിലും ആ ആളെ വീഴിക്കാനായിട്ട് ഇങ്ങനെ ചുറ്റി നിന്ന് എങ്ങനെയും വീഴിക്കാൻ വേണ്ടി അവൻ പണിപ്പെട്ട് നടക്കുകയാണ്. അതുകൊണ്ട് സാക്ഷ്യം പറയുകയോ ദൈവത്തിൻ്റെ വേല ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട് കയറി ആളുകളെ വിളിക്കാൻ പോവുകയോ അങ്ങനെയുള്ള ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പിശാചിന് കടുത്ത വൈരാഗ്യമാണ് നിങ്ങളോട്. ഒന്നുകിൽ നിങ്ങളുടെ മക്കളെ ഉരുട്ടിച്ചടിക്കാൻ നോക്കും, അതല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഉരുട്ടിച്ചടിക്കാൻ നോക്കും. ഒന്ന് പോയ സ്ഥാനത്ത് 7 അല്ല 70 എണ്ണത്തിനെ വലിച്ചുകൊണ്ട് വരാൻ നോക്കും. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയായിട്ടിരിക്കണമെന്ന്. അപകടം പറ്റിയത് നോക്കൂ. ഒന്ന് അലസമായിട്ടൊന്ന് ഉലാത്തിയുള്ളൂ. ഭാര്യയില്ലേ? അതീവ സുന്ദരിയായ മീക്കളുണ്ട്. ആരാണ് മീക്കള്? രാജകുമാരി. അഭിനവ് എന്ന് പറഞ്ഞ ഭാര്യയുണ്ട്. പിന്നെ ആരുണ്ട്? അബീഗയിലുണ്ട്. അബീഗയിലും അതീവ സുന്ദരി, നല്ല വിവേകമുള്ള സ്ത്രീ. ഇവരെല്ലാം ആ കൊട്ടാരത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ദാവീദ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ വീണ കാര്യമാണ് പറയുന്നത്. അഭിഷിക്തനാണേലും വീഴാം, എത്ര ആത്മനിർവ്വമുള്ളയാളാണേലും വീഴാം. ഏത് സമയത്തും ജാഗ്രതയോടെയല്ല ജീവിക്കുന്നതെങ്കിൽ ജസ്റ്റ് വേറെ ഒന്നും ചെയ്തില്ല, ഒരു നോട്ടത്തിൽ ദാവീദ് വീണു. ഒരൊറ്റ നോട്ടം, ഒരലസമായ നോട്ടം. വേറെ മദ്യവെച്ചിട്ടാണോ നോക്കാൻ പോയത്? അല്ല. നിങ്ങൾ ചിന്തിക്കൂ, എത്രമാത്രം ശ്രദ്ധയോടെ വേണം ജീവിക്കാൻ. ഇല്ലെങ്കിൽ
ഇതെല്ലാം കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്ത ശേഷം നാം ഈ ദൈവവചനം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല, കടക്കുന്നത് എവിടെയായിരിക്കും? മൂഢസ്വർഗത്തിലായിരിക്കും. ഏതെങ്കിലും മൂഢസ്വർഗത്തിൽ ജീവിക്കും, ചെന്നെത്തുന്നത് നിത്യനരകത്തിലായിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് അവിടെ പറഞ്ഞു വന്നത്? പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അതിനോട് ചേർന്ന് നിന്ന് അധികാരം നടത്തുന്നു, എൻ്റെ ജനത്തിന് അത് ഇഷ്ടവുമാകുന്നുവെന്ന്. പ്രിയ ദൈവജനമേ, സത്യവചനം പറയുമ്പോൾ ആളുകളുടെ നെറ്റി ചുളിയും. നീ പാപം ചെയ്താൽ അവൻ പിശാചിൻ്റെ മകനാകുമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇഷ്ടമല്ല എല്ലാവർക്കും. അല്ല, സത്യമാണ്. അവിടെ ആൾക്കൂട്ടം വന്നുകൊള്ളുന്നില്ല, ആളുകൾ കൂടി വരില്ല. ഇവിടെ ഇങ്ങനെ പോകാൻ ബുദ്ധിമുട്ടാണ്, ഇത് എത്ര കട്ടിയുള്ള വഴിയാണ്. അന്ന് കർത്താവിൻ്റെ കാലത്തും അതാണ് പറഞ്ഞത്. കർത്താവ്, ഇത് ഭയങ്കര കടുപ്പമുള്ള പരിപാടിയാണല്ലോ, ഇതിങ്ങനെയൊക്കെയാണെങ്കിൽ ഒട്ടകം സൂചിക്കുഴിയിൽ കിടക്കുന്ന പോലെയാണ് ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. അങ്ങനെയെല്ലാം പറഞ്ഞ് കർത്താവ് ഉപദേശം കൊടുത്തപ്പോൾ ശിഷ്യന്മാരാണ് പറഞ്ഞത്, ഇത് ഇത്തിരി കടുപ്പമുള്ള കാര്യമാണല്ലോ കർത്താവ്, ഇത് എളുപ്പമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലാണെങ്കിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്? കർത്താവ് പറഞ്ഞു, എളുപ്പമല്ല പ്രിയപ്പെട്ടൊരു, എളുപ്പമുള്ള വഴിയല്ല, ഇത് എളുപ്പമുള്ള വഴിയല്ല. കർത്താവ് അന്ന് അങ്ങനെയാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആളുകളെല്ലാം വന്നവരെല്ലാം പോവുകയാണല്ലോ, പിന്നെ വരുന്നില്ലല്ലോ. ഒരു പ്രാവശ്യം കൂട്ടായ്മയ്ക്ക് വന്നവർ പിന്നെ വരുന്നില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങളും പോകണോ? വേണമെങ്കിൽ പോയിക്കോ, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്നാണ് കർത്താവ് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, സൂത്രത്തിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന ഒരു വഴിയില്ല. കർത്താവിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ കർത്താവ് വ്യക്തമായി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒരുത്തൻ എൻ്റെ പിന്നാലെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും കുരിശെടുത്തുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ പോകണം. കുരിശാണ് ക്രിസ്തീയ ജീവിതം. കുരിശ്, എന്നും കുരിശ്, എന്നും സങ്കടങ്ങൾ, എന്നും കഷ്ടതകൾ, എന്നും ദുരിതങ്ങൾ, എന്നും രോഗങ്ങൾ, എന്നും യാതനകൾ, എന്നും തെറ്റിദ്ധാരണകൾ, എന്നും ഒറ്റപ്പെടുത്തലുകൾ. നിങ്ങൾ ആരും വിചാരിക്കേണ്ട ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. റോസാ പുഷ്പം വിതറിയ ഒരു പട്ടണത്തെ അല്ല ക്രിസ്തീയ ജീവിതം. ഇറ്റ് ഇസ് എ പാത്ത് ഓഫ് തോൺസ്. ആരുടെയെല്ലാം ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, ഇന്ന് ദുരിതങ്ങളുണ്ട്, ഇന്ന് യാതനകളുണ്ട്. ആരുടെയെല്ലാം ഉള്ളം അങ്ങ് സങ്കടപ്പെട്ട് വേദനിച്ച് പലതിനെയും ഓർത്ത് അങ്ങ് ആകുലപ്പെട്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നും സങ്കടമാണ്. അതുകൊണ്ട് ആകുലപ്പെട്ട് അസമാധാനത്തോടെ ജീവിക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്നാണ്, അങ്ങനെയല്ല പറഞ്ഞത്. എന്നാൽ എന്നും കഷ്ടതകൾ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, കഷ്ടതയില്ലെങ്കിൽ എന്തില്ല? സഹിഷ്ണുതയില്ല. അതുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്ത് കൃത്യമായിട്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്. കഷ്ടങ്ങൾ വന്നത് പ്രശംസിക്കുന്നു എന്ന കഷ്ടങ്ങളിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എൻ്റെ അപ്പനൊരു ഭ്രാന്തനായി വന്നത് എന്ത് ഭാഗ്യമായി. ഒരു ഭ്രാന്തനായി പോയതുകൊണ്ടല്ലേ എനിക്ക് യേശുവിനെ കണ്ടെത്താൻ ഇടയായത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദുരിതം ജീവിതത്തിൽ വന്നതുകൊണ്ടല്ലേ? നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടതയും യാതനയും വന്നതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങൾക്ക് യേശു വേണമെന്നൊരു ചിന്ത വരുന്നത്? അല്ലേ പ്രിയപ്പെട്ടവർ? കഷ്ടത, പ്രിയപ്പെട്ട ദൈവജനമേ, കഷ്ടത ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളൂ, നിങ്ങൾ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു എന്നറിഞ്ഞുകൊള്ളൂ. കഷ്ടത ജീവിതത്തിൽ എന്നുമുണ്ട്. അതുകൊണ്ട് അയ്യോ എനിക്ക് കഷ്ടതയാണെന്ന് പറഞ്ഞ് പരിതപിച്ചിരിക്കുന്ന കാര്യം അല്ല പറഞ്ഞത്. ഏത് കഷ്ടത വന്നാലും എൻ്റെ ദൈവം അറിയാതെ ഈ ഒരു തലയിൽ ഒരു മുടി പോലും താഴെ പോവുകയില്ല. അതാണ് ദൈവവൈതലിൻ്റെ പ്രാഗൽഭ്യം. എല്ലാം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. എനിക്ക് ഏത് പ്രശ്നം വന്നാലും, ഏത് വിഷയങ്ങൾ വന്നാലും നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല മകനെ എന്ന്. എത്ര കൃത്യമാണെന്നറിയോ ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഒരിക്കലും ആ ദൈവം വാക്ക് മാറുകയില്ല. നിങ്ങളത് കർത്താവിനെ ഓർപ്പിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവ് അന്ന് എങ്ങനെയാണ് അങ്ങോട്ട് പറഞ്ഞതല്ലേ, എന്നോട് ഇങ്ങനെ പറഞ്ഞതല്ലേ, ഇന്ന കാര്യം അങ്ങനെ പറഞ്ഞതല്ലേ. അതല്ലെങ്കിൽ നിങ്ങൾ തിരുവചനം വളരെ ആത്മാർത്ഥമായിട്ട് വായിച്ചുകൊണ്ട് കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് അങ്ങ് ഹൃദയം വിങ്ങി പൊട്ടിക്കൊണ്ടിരുന്ന് നിങ്ങൾ തിരുവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള ക്രിസ്തു നിങ്ങളോട് സംസാരിക്കും, ജീവനുള്ള ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രാർത്ഥന നാം ദൈവത്തോട് സംസാരിക്കുന്നു, തിരുവചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു.
കേൾക്കാത്ത കാര്യം കേട്ടു എന്ന് പറയാൻ പാടുണ്ടോ? എന്നാൽ ജീവനുള്ള ദൈവം ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒന്നുമല്ല ഏതെങ്കിലും ദൈവമക്കളുടെ നാവിലൂടെയായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ നേരെ നമ്മളോട് സംസാരിക്കുന്നത് പോലെ ശക്തമായി നമ്മളെ ഹൃദയത്തെ തുളച്ചു കയറും പോലെയായിരിക്കും. അതല്ല ഏതെങ്കിലും ദൈവദാസന്മാർ ഇന്ന കാര്യം കർത്താവിനോട് ഇപ്പോൾ പറയുകയാണ് മകനെ എന്ന് പറഞ്ഞതായിരിക്കും. ഏതെല്ലാം വാഗ്ദത്തങ്ങൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, നാം വെറുതെ അലസരായി ജീവിച്ചിട്ട് പൊത്തൂരത്തെ ക്രിസ്ത്യാനിത്വം നടത്തിയിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് അങ്ങ് അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ എല്ലാ ശുശ്രൂഷകളും ചെയ്തിട്ട് അങ്ങനെയും കടന്നു ചെല്ലുമ്പോൾ കിട്ടുന്നതല്ല സ്വർഗം. സ്വർഗരാജ്യം കിട്ടുക എന്നുള്ളത് ഇടുക്കമുള്ള വഴിയാണ്, ഞെരുക്കമുള്ള വാതിലാണ്. അതെല്ലാവർക്കും കിട്ടുന്നതല്ല. അത് ക്രൂശിൻ്റെ പാതയാണ്. ക്രൂശിതൻ പോയ പാതയിലൂടെ കുരിശെടുത്തുകൊണ്ടുള്ള യാത്ര, യാതന നിറഞ്ഞതായ യാത്ര, സങ്കടം നിറഞ്ഞതായ യാത്ര, ഒറ്റപ്പെടുത്തലുള്ള യാത്ര, ആളുകൾ മുഴുവൻ തെറ്റിദ്ധരിക്കുന്നതായ യാത്ര. ആ യാത്ര ചെയ്യാൻ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, എന്തോ ഒരു വലിയ സൗഭാഗ്യ തീരത്തേക്കാണ് നാം എത്തിച്ചേരാൻ പോകുന്നത്. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, ഈ ഭൂമിയിൽ കഷ്ടതയുണ്ടെങ്കിലും, ഞെരുക്കമുണ്ടെങ്കിലും, ദുഃഖമുണ്ടെങ്കിലും, ദുരിതമുണ്ടെങ്കിലും, യാതനയുണ്ടെങ്കിലും, വേദനയുണ്ടെങ്കിലും, ഒറ്റപ്പെടുത്തലുണ്ടെങ്കിലും, കഷ്ടപ്പെടുത്തുമെങ്കിലും, ആൾക്കാർ മുഴുവൻ നമ്മളെ തെറ്റിദ്ധാരണയോട് നോക്കുമെങ്കിലും, ഒരു കുറ്റവും നാം ചെയ്യാഞ്ഞിട്ടും നമ്മെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുമെങ്കിലും, ഞാൻ ഒരു ദിവസം എൻ്റെ രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കും. അവിടെ ചെന്ന് ഞാൻ നിൽക്കുമ്പോൾ അവിടെ പുസ്തകം തുറക്കും, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറക്കും. അവിടെ പുസ്തകത്തിൽ എൻ്റെ പേരില്ലെങ്കിലാണ് ഞാൻ ഞെട്ടിത്തരിച്ച് പേടിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, പുസ്തകം തുറക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം എല്ലാവർക്കും മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അവസാന 20-ന്റെ 15 പറയുകയാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രിയപ്പെട്ടവരെ, ജീവപുസ്തകത്തിൽ നമ്മുടെ ഓരോരുത്തരെയും പേരുണ്ടോ? ജീവപുസ്തകത്തിൽ പേരുണ്ടോ? പാട്ടുപാടും എന്താണ്? പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ഞാൻ എളിമയോടെ ഏറ്റവും താഴ്മയോടെ നിങ്ങളോട് ചോദിക്കട്ടെ, അന്ന് ഒരു ദിവസം നിങ്ങൾ കടന്ന് മരിച്ച് അക്കരെ നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവൻ്റെ പുസ്തകം തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ പേരവിടെ ഇല്ലെങ്കിൽ എത്ര ഭയാനകമായ ന്യായവിധിയെ നാം നേരിടേണ്ടി വരും. എൻ്റെ പേര് എപ്പോഴും ജീവൻ്റെ പുസ്തകത്തിലുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തി വേണം നാം യാത്ര ചെയ്യാൻ. വേറെ ആരും ഈ ഭൂമിയിൽ ഗവനിച്ചില്ലെങ്കിലും, ആരും നമ്മളെ ആദരിച്ചില്ലെങ്കിലും, എല്ലാവരും നമ്മൾ വെടക്കം തെണ്ണിയാലും സാരമില്ല, ആരെല്ലാം എന്തെല്ലാം ചീത്ത പറഞ്ഞ് നമുക്കെതിരെ പറഞ്ഞ് വരുത്തി നടന്നാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട ദൈവജനം, യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നദ്ധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിൽക്കുവാൻ കഴിയുന്ന ആ ദിവസം, അന്ന് പേർ വിളിക്കുമ്പോൾ ആനന്ദം ലഭിക്കണമെങ്കിൽ, വീഴാതെ നിൽക്കണമെങ്കിൽ, ആ കരുണയിൽ ആശ്രയിച്ച് നിന്നില്ലെങ്കിൽ, കർത്താവേ, എനിക്ക് അങ്ങ് അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ കർത്താവേ, ഒരു മനുഷ്യൻ്റെയും കണ്ണ് കാണാത്തത്, ഒരു മനുഷ്യൻ്റെയും ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യൻ്റെയും ഹൃദയം കൊണ്ട് നിരൂപിക്കാത്തതുമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശം ലഭിക്കുക, ആ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിക്കുക, സ്വർഗരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കാനിടയാകുക. അതുകൊണ്ട് ഈ ലോകത്തിലെല്ലാം വിട്ടിട്ട് എവിടെയെങ്കിലും പോയി തപസരിക്കണം എന്നല്ല നിങ്ങളോട് പറഞ്ഞത്. ഞാൻ എത്ര തിരക്കുള്ള മനുഷ്യനാണ്, എന്തെല്ലാം ജോലി തിരക്കുകളുണ്ട്, ഒരു മിനിറ്റ് പോലും ചുമ്മാ ഇരിക്കാൻ സമയമില്ല. രാത്രി ഒരു 1:30 മണിയാവാതെ ഒരിക്കലും കിടക്കാൻ കഴിയില്ല. നേരം വെളുക്കുമ്പോൾ ഒരു 5:30 മണിക്കെങ്കിലും എഴുന്നേൽക്കണം. എന്തെല്ലാം തിരക്കുകളുണ്ട്. എന്നാൽ എല്ലാം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരുണയിൽ ചാരി നിന്നുകൊണ്ട് പറയട്ടെ, അവിടുത്തെ ആ കാൽപാദം ഞാൻ മുത്തിക്കൊണ്ട് പറയട്ടെ, ആ മുറിഞ്ഞ കാൽപാദത്തിൽ ഞാൻ അങ്ങ് വീണതാണ് കിടന്നുകൊണ്ട് പറയട്ടെ, അവിടുത്തെ അത്ഭുതകരുണ എന്നെ പൊതിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിന്ന് ആരോഗ്യത്തോടെ നിൽക്കുന്നത്, ഞാനിന്ന് ധൈര്യത്തോടെ നിൽക്കുന്നത്, ഞാനിന്ന് പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നത്. സ്വയമേ ഒന്നുമുള്ള മനുഷ്യനല്ല, സ്വയമേ ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ്, സ്വയമേ ഒന്നിനും പ്രാപ്തിയില്ലാത്തവനാണ്. ഞാൻ പരിതപിച്ച് പറയുകയല്ല. എന്നാൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ അത്ഭുതകരം എന്നെ പിടിച്ചിരിക്കുന്നു.
ആഗ്രഹിക്കുന്നുണ്ട്. ആരെന്ത് ധരിച്ചാലും ഒരു പേടിയില്ല പ്രിയപ്പെട്ടവരെ. എന്ത് വേണേലും ആളുകൾ ധരിച്ചു കൊള്ളട്ടെ. ആരെല്ലാം തിരുത്താൻ ഏത് കാര്യം പറഞ്ഞാലും സത്യമായും എൻ്റെ ഹൃദയം കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആരെല്ലാം ക്രിട്ടിസൈസ് ചെയ്യാമോ, ആരെല്ലാം കുറ്റം ചൂണ്ടിക്കാണിച്ചു തരാമോ, ഞാൻ എപ്പോഴും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം ഈ ഭൂമിയിൽ വെച്ച് തിരുത്തി കിട്ടിയില്ലെങ്കിൽ, അവിടെ അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ പേരവിടെ ഇല്ലെങ്കിൽ, ഞാൻ അങ്ങ് തള്ളപ്പെട്ടു പോകേണ്ട വന്നു കഴിഞ്ഞാൽ, തള്ളപ്പെട്ടു പോകുന്നതിന് മുമ്പ് എല്ലാവരും കേൾക്കെ ആ നിത്യനായ ക്രിസ്തുവിൻ്റെ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് ഞാൻ ചെയ്തു പോയ ഓരോ പ്രവൃത്തികളും ഓരോന്ന് എഴുതി വെച്ചിട്ട് അതെല്ലാം വിളിച്ചു പറയുന്ന ആ ദിവസത്തിൽ അന്ന് ഞാൻ ലജ്ജിതനായി, ഞാൻ തലകുമ്പട്ടവനായി, എന്നെ മൂടുവീൻ, പാറകളെ എന്നെ മൂടുവീൻ, മലകളെ എന്നെ മറപ്പീൻ എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ആരും മറയ്ക്കാനുണ്ടാവുകയില്ല. അന്ന് നമ്മെ നിത്യനരകത്തിൽ പൊയ്യിലേക്ക് വലിച്ചെറിയും. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. എന്തെല്ലാം നാം ഈ ഭൂമിയിൽ ചെയ്തു എന്നുള്ളതല്ല, എന്തെല്ലാം പ്രവർത്തിച്ചു എന്നുള്ളതല്ല. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഉത്ബോധിപ്പിക്കുന്നത്. നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങളെ ധൈര്യത്തോടെ ഊന്നി പറയുന്നത് എന്താണ്? കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ അന്ന് എൻ്റെ കർത്താവേ, അന്ന് ഞങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ അന്ന് ഞങ്ങൾ പിന്തള്ളപ്പെട്ടു പോകുമല്ലോ. അവിടുന്ന് ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ള ശബ്ദം തീർത്ത് കേൾക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന് നാം ഏറ്റവും ജാഗ്രതയോടെ ജീവിക്കണമെന്ന്, ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടി ജീവിക്കണമെന്ന്, ദൈവ ഭയമുള്ളവരായി ജീവിക്കണമെന്ന്. മനുഷ്യരെ കാണിക്കാനല്ല. മനുഷ്യരെന്ത് പുകഴ്ത്തി പറഞ്ഞാലും ഒരു ഗുണവുമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ എൻ്റെ ഹൃദയം കാണുന്ന ദൈവം നോക്കുമ്പോൾ, അന്തര ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്ത ദൈവം നോക്കുമ്പോൾ, എൻ്റെ ഉൾപ്പുകളെ അറിയുന്ന ദൈവം നോക്കുമ്പോൾ, അയ്യോ കർത്താവേ, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്ന ദൈവം, എൻ്റെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവം, എൻ്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന ദൈവം, ആ ദൈവം നോക്കുമ്പോൾ ഞാനൊരു നിഷ്കളങ്കനായി കാണപ്പെടാനിടയാകുക. ആ ദൈവം എന്നെക്കുറിച്ച് പറയുക, ഇവൻ സാക്ഷാൽ ഇസ്രായേലിനുവിൽ കപടമില്ല എന്ന് പറയുന്നത് കേൾക്കാനിടയാകുക. എൻ്റെ ദൈവമേ, അതെന്തൊരു ഭാഗ്യമാണ്. ഈ ഭൂമിയിൽ സമ്പത്തുള്ളതല്ല പ്രിയപ്പെട്ടവരെ ഭാഗ്യം. ഈ ഭൂമിയിൽ നല്ല ഭാര്യയുള്ളതല്ല ഭാഗ്യം. ഈ ഭൂമിയിൽ ധാരാളം ധനമുള്ളതല്ല ഭാഗ്യം. ഈ ഭൂമിയിൽ ഒരുപടി സ്വത്ത്, ഒരുപടി പൈസ ബാങ്കിലുള്ളതല്ല ഭാഗ്യം. എന്തെല്ലാം പ്രശസ്തി ഉണ്ടെങ്കിലും അത് ഭാഗ്യമല്ല. എന്ത് ഈ ഭൂമിയിലുണ്ടെങ്കിലും, എത്ര നല്ല മാതാപിതാക്കളുണ്ടെങ്കിലും, എൻ്റെ യേശു എനിക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് പറയാൻ നിങ്ങൾ ആരുടെയെല്ലാം ഹൃദയം വെമ്പൽ കൊള്ളുന്നുണ്ട്. എൻ്റെ യേശു, എൻ്റെ മാത്രം യേശു, എനിക്ക് വേണ്ടി മുഴുവൻ രക്തവും ഊറ്റിക്കൊടുത്ത യേശു, ആ യേശു എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും ആർക്കെല്ലാം ഉണ്ട്? അവർ മാത്രമേ ഭാഗ്യശാലികളുള്ളൂ. യേശു ഉള്ളവൻ മാത്രമാണ് ഭാഗ്യശാലി. യേശു ഇല്ലാത്തവൻ വെറും വട്ടപ്പൂജ്യമാണ്. യേശു ആരുടെയെങ്കിലും സ്വന്തമാണോ? അതെ, ആരുടെ സ്വന്തമാണ്? പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇതുവരെ പാപം ചെയ്തോ? ഏതെല്ലാം എത്ര മ്ലേച്ഛകരമായ പാപം ജീവിതത്തിൽ വന്നോ? ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും പാപം ചെയ്തവരായിട്ട്, അങ്ങനെ എൻ്റെ പാപം ഇനി ഒരിക്കലും മോചിക്കപ്പെടുകയില്ലായിരിക്കും എന്ന് ചിന്തിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ അത്ഭുത ശക്തിക്ക്, കർത്താവിൻ്റെ തിരുരക്തത്തിന് കഴുകാൻ കഴിയാത്തതായ പാപം ചെയ്ത ഒരു വ്യക്തിയും സത്യമായി ഇവിടെ വന്നിട്ടില്ല. എല്ലാവരുടെയും പാപം കഴുകാനാണ് എൻ്റെ യേശു പെടഞ്ഞ് ഗോകുൽത്തായിൽ മരിച്ചത്. ഈ സത്യമൊന്ന് അംഗീകരിച്ചാൽ, ഈ സത്യമൊന്ന് വിശ്വസിച്ചാൽ, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ, എൻ്റെ കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടി പെടഞ്ഞെങ്കിൽ, എൻ്റെ കർത്താവെ ഞാൻ ഇനി ഒരിക്കലും പിശാചിന് ഇടം കൊടുക്കുകയില്ല. ഞാൻ ഇനി ഒരിക്കലും എന്നെ തന്നെ പാപത്തിന് വിട്ടുകൊടുക്കുകയില്ല. ഇനി ഞാൻ ഒരിക്കലും ശത്രുവിന് വിട്ടുകൊടുക്കുകയില്ല. കർത്താവെ, ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. കർത്താവെ, ഞാൻ പാപം സംബന്ധിച്ച് മരിച്ചു. കർത്താവെ, ഇന്നു മുതൽ ഞാൻ നീതിക്കായി ജീവിക്കും. ഒരു കാരണവശാലും ദുഷ്ടനിൽ അവകാശം പറയുകയില്ല. അങ്ങനെ ഒരു വ്യക്തമായ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വന്നാലുണ്ടല്ലോ, ഇതിൽ പരം സൗഭാഗ്യം വേറെയൊന്നുമില്ല. പിന്നെ എല്ലാം ദൈവം അത്ഭുതകരമായി നടത്തുകയാണ്. ഏത് പരീക്ഷ വരുമ്പോഴും ആ പരീക്ഷയോട് പോക്കുവഴി തരുന്നു. താങ്ങാനാവാത്ത വേദനയാണ്. നടു ഇങ്ങനെ കൈവച്ചുകൊണ്ടാണ് നടക്കുന്നത്. കാലിന് വലിയ വേദനയാണ്. രാത്രി ഉറങ്ങാൻ പ്രയാസമാണ്. അങ്ങനെ എല്ലാമുള്ള സാഹചര്യങ്ങളുള്ളപ്പോഴും എൻ്റെ കർത്താവേ, എൻ്റെ അരികിലേക്കൊന്ന് വരണമേ. കർത്താവേ, ആ എൻ്റെ തലവണയുടെ അരികിലൊന്ന് ആ കാലൊന്ന് ചവിട്ടി നിൽക്കണമേ. ഞാൻ ആ കാൽപാദം ഒന്ന് ചുംബിച്ചോട്ടെ കർത്താവേ. ആ തിരുരക്തമ്പുരൻ്റെ കാൽപാദത്തിലേക്ക് ഞാനിതാ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ കർത്താവേ. കാൽപാദത്തിൽ ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ, ആ കാൽപാദം നമുക്ക് വേണ്ടി നീട്ടിത്തരുന്ന കാൽപാദം ആ കാൽപാദത്തിലേക്ക് കെട്ടി അങ്ങ് പിടിക്കുന്നു. ആ കാൽപാദത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നു, സമാധാനത്തോടെ ഉറങ്ങുന്നു. എൻ്റെ ദൈവമേ, എന്തൊരു സമാധാനമുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അത് അനുഭവിക്കാനാണ് ക്രിസ്തു നമ്മെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം
നാം ആരെല്ലാം അനുഭവിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ കേട്ടോ, ദൈവത്തിന്റെ തിരുവചനം പറയാണ്, നാം ഇനി ഇതുവരെ പാപത്തിൽ ജീവിച്ചോ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ, എൻ്റെ പഴയ മനുഷ്യൻ, എൻ്റെ പഴയ സ്വഭാവം, എൻ്റെ പഴയ കോപം, എൻ്റെ പഴയ അശുദ്ധി, എൻ്റെ പഴയ വൈരാഗ്യം, എൻ്റെ പഴയ അസൂയ, എൻ്റെ പഴയ പിണക്കം, എൻ്റെ പഴയ ഞാൻ പിടിച്ചത് ശരിയെന്നുള്ള ചിന്ത, മറ്റുള്ളവർക്ക് ആർക്കും തെറ്റുപറ്റിയോ എനിക്ക് തെറ്റുപറ്റിയില്ല എന്നുള്ള ഏറ്റവും വലിയ പോഷത്വമുള്ള ചിന്താഗതി, ഇതെല്ലാം വിട്ടിട്ട് എൻ്റെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എന്താണ് എൻ്റെ പഴയ മനുഷ്യനെ? ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന്. ഞാൻ യേശുവിനോട് ക്രൂശിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അങ്ങനെ ഒരു സ്വർഗീയമായ കാഴ്ചപ്പാട് ലഭിക്കുക, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. 6:11 വായിക്കാം. അങ്ങനെയുള്ളവർക്ക് എന്താണ്? ഔവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിനെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഔവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവരാണ്. പാപം സംബന്ധമായി മരിച്ചവരാണോ നിങ്ങൾ? ഒരു വേർപാട് പാലിക്കാത്തൊരു കൂട്ടമായി ഇന്ന് നമ്മുടെ കൂട്ടം മാറിയിട്ടുണ്ടോ? എല്ലാത്തിനുമുണ്ട് ആ ഒരു വേർപാട്. ഏത് കാര്യത്തിനുമുണ്ട് വേർപാട്. പാപത്തിനോ ഒരിക്കലും പാപത്തിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കരുത്. ഇന്നത്തെ മനുഷ്യർക്കിത് പറഞ്ഞാൽ സത്യമായും മനസ്സിലാകുകയില്ല എന്ന് പറഞ്ഞതാണ്. കണ്ണ് കുരുടായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കണ്ണ് കുരുടായിട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുമോ? പാപം കൂടാതെ ജീവിക്കുക. ഇയാൾ എന്തൊക്കെയായിരിക്കും ഈ പറയണത്? പാപം വരാതെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ അസാധ്യമാണ്. എന്നാൽ ജീവനുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ചിട്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ചിട്ട് എന്താണ്? പാപത്തിൻ്റെ പ്രവണതകളോട് എന്നേക്കുമായി കർത്താവ് പതിയെ എല്ലാറ്റിനെയും ഉള്ളിൽ നിന്ന് മാറ്റിത്തരുന്നു. ലോകത്തിൻ്റെ ഇമ്പങ്ങളെ മാറ്റിത്തരുന്നു, ലോകത്തിൻ്റെ ആഗ്രഹങ്ങളെ മാറ്റിത്തരുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് വസിക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് വസിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉളവാകുന്നു. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ എന്നും ലഭിക്കുന്നതല്ല വിശുദ്ധീകരണം എന്ന് പറയുന്നത്. എന്നും നാൾതോറും കരഞ്ഞുകൊണ്ട്, കർത്താവേ എന്നെ ആത്മാവിനാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവ് എന്നിൽ ക്രിയ ചെയ്യണമേ, എൻ്റെ കർത്താവേ ഞാൻ എന്നും ആത്മാവിൻ്റെ ദാരിദ്ര്യബോധം ഒരിക്കലും തികഞ്ഞു എന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നരുത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും തികയുന്നില്ല. മരണത്തിൻ്റെ അവസാന വിനാഴിക വരെയും മനുഷ്യന് പാപം വരാവുന്നവനാണ്. അവൻ വഴുവഴുപ്പുള്ള വഴിയിലാണ് നിൽക്കുന്നത്. ഏത് സമയത്തും അവൻ ഉരുണ്ട് ചാടാവുന്നവനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞ ഔവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ, ഈ മനുഷ്യ ശരീരത്തിൽ, ഈ മരിച്ച് ചീഞ്ഞ് പുഴുത്തു പോകാനുള്ള ഈ ശരീരത്തിൽ, മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇതുവരെ വാണു, ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയുമരുത്. ബോധപൂർവം പാപത്തിൽ നിന്ന് മാറി നിൽക്കുക, പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, പാപ സാഹചര്യങ്ങളോട് യാത്ര പറയുക. ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ഞാൻ കെണിയിൽപ്പെടാൻ ചാൻസ് ഉണ്ട്, അവിടെ ഇന്നയാൾ വരാൻ ചാൻസ് ഉണ്ട്, അവിടെ ഒരു കെണി എനിക്ക് പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാതിരിക്കുക. ബോധപൂർവം തന്നെ സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ. അതാണ് ക്രിസ്തീയ ജീവിതം. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. പിന്നെയോ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്ന, പാപം സംബന്ധമായിട്ട് മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പീൻ. ഇപ്പൊ സമർപ്പിക്കാൻ പോവുകയാണ്. എന്താണ് പറഞ്ഞത്? ജോൺ ഇവിടെ മരിച്ചു കിടക്കുമ്പോൾ ഏതെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും, എത്ര വലിയ പ്രലോഭനം തരുന്നതായി ഏത് കാര്യം ജോണിന്റെ മുമ്പിൽ കൂടെ കടന്നുപോയാലും ജോൺ തിരിഞ്ഞു നോക്കൂ? ജോണൊന്ന് നോക്കാൻ തോന്നുമോ? ജോണൊന്ന് ആഗ്രഹിക്കാൻ തോന്നുന്നു? അതുകൊണ്ട് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു അടികൊണ്ട് എനിക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് യേശു എനിക്ക് മോചനം തന്നിരിക്കുന്നു. എന്താ? യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ജീവിതം. പ്രിയപ്പെട്ടവരെ,
ആ ജീവിതം ആരെല്ലാം ജീവിക്കാൻ തീരുമാനമെടുക്കുന്നുണ്ട്? 19-ാം വാക്യം വായിച്ച് പ്രാർത്ഥിക്കുകയാണ്. 6:19 എന്താണ് പറയുന്നത്? അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം മാനുഷ്യ രീതിയിൽ നിങ്ങളോട് പറയുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ് പറയുന്നത്? എൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. ഇതുവരെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ എല്ലാ അവയവങ്ങളെയും വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ക്രൂശിലേക്ക് നോക്കുന്നു, യേശുവിനോടുള്ള സ്നേഹം വരുന്നു. യേശു എനിക്ക് വേണ്ടി പെടഞ്ഞു മരിച്ചു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ എൻ്റെ കർത്താവെ ഇനി ഒരിക്കലോടും ദുഃഖിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇനി ഒരിക്കലും ഞാൻ പാപത്തിലേക്ക് പോവുകയില്ല. ഇനി ഞാൻ മനസ്സറിഞ്ഞൊരു തെറ്റിലേക്ക് പോവുകയില്ല. കർത്താവെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അരുതാത്തൊരു ചിന്ത വെച്ചുകൊണ്ടിരിക്കുകയില്ല. ദുഷ്ടനായ പിശാച് തീയമ്പുകൾ പോലെ ചെറിയ ചിന്തകൾ വരാൻ തുടങ്ങും. ആ ചിന്ത നിങ്ങൾ വെച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിശാച് സോ എ തോട്ട് റീപ്പ് ആൻ ആക്ഷൻ, സോ ആൻ ആക്ഷൻ റീപ്പ് എ ഹാബിറ്റ്, സോ എ ഹാബിറ്റ് reap a character, sow a character, reap your destiny. ആ ചിന്തയോടെ വെച്ചുകൊണ്ടിരിക്കരുത് പ്രിയപ്പെട്ടവർ. അങ്ങനെ ഒരു പുതിയ ജീവിതം നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ, അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളോട് സ്നേഹത്തോടെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. ആ വാത്സല്യമേറിയ വാക്കുകൾ, സഹോദരന്മാരെ സഹോദരിമാരെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് സ്നേഹമങ്ങ് മുറ്റി ഒഴുകുകയാണ് അപ്പോസ്തലന്. എന്നിട്ട് പറയുന്ന, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങൾ ആരെല്ലാം ഇപ്പോൾ യാഗം കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട്? യാഗം കഴിച്ചാൽ ആ ആടിനെ അങ്ങ് യാഗം കഴിച്ചിട്ട് അതിനെ അങ്ങ് കത്തിച്ച് അതിനെ പിന്നെ ചാരം മാത്രമേ കിട്ടുകയുള്ളൂ, ഒന്നും കിട്ടുകയില്ല. നിങ്ങളുടെ ജീവിതം മുഴുവനായും യേശുവിന് കൈമാറാൻ മനസ്സുണ്ടോ? കർത്താവേ, ഇതാ ഞാൻ വരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ പാപജീവിതത്തോട് യാത്ര പറയുന്നു, പഴയ ജീവിതത്തോട് ഞാൻ യാത്ര പറയുന്നു, പഴയ മനുഷ്യൻ്റെ അവൻ്റെ പ്രവൃത്തികളോട് ഞാൻ ഉരിഞ്ഞു കളയുന്നു. കർത്താവേ, ഞാൻ ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്? നമുക്ക് തലകളെ വണക്കാം. ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്? ആരെല്ലാം യേശുവിനോട് വാക്ക് പറയുന്നുണ്ട്? ആരെല്ലാം യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട്? ആരെല്ലാം പുതിയ ജീവിതം ആരംഭിക്കുന്നുണ്ട്? കരുണയുള്ള കർത്താവേ, സ്നേഹമുള്ള ദൈവമേ, അവിടെ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തുതി. കർത്താവേ, ഞങ്ങൾ പുതിയ ജീവിതത്തിനായി ഇപ്പോൾ ഇതാ കർത്താവേ ഞങ്ങൾ അതിനുള്ള തീരുമാനം എടുക്കുകയാണ്. പിശാചിനോട് ഞങ്ങൾ യാത്ര പറയുകയാണ്, പാപത്തോട് യാത്ര പറയുകയാണ്, പാപ ഇമ്പത്തോട് യാത്ര പറയുകയാണ്, ഈ ലോകത്തിന്റെ മോഹങ്ങളോട് യാത്ര പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോകുവാൻ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. കുരിശെടുക്കാൻ ഞങ്ങൾ തുടങ്ങുകയാണ്. ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. കർത്താവേ, എൻ്റെ അപ്പാ, ഇന്നു മുതൽ ഞങ്ങൾ പുതിയ സൃഷ്ടികളായി ജീവിക്കും. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. ഒരിക്കൽ കൂടി പറയും, എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. നിങ്ങൾ ആരെല്ലാം പറഞ്ഞു ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും? കർത്താവേ, ആരെല്ലാം തീരുമാനമെടുത്തു, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവേ തീരുമാനമെടുത്തു എല്ലാവരെയും അവിടുന്ന് അപ്പാ കൃപയിൽ പൊതിയണമേ. അവർക്ക് ആ ഉറപ്പ് കൊടുക്കണമേ, തിരുരക്തത്തിന്റെ കാവൽ കൊടുക്കണമേ, അവിടുത്തെ മാലാഖമാരുടെ സംരക്ഷണം കൊടുക്കണമേ, അവരുടെ രോഗങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. കർത്താവേ, അവരുടെ നീറുന്ന ഹൃദയത്തിന് ആശ്വാസം കൊടുക്കണമേ, അവരുടെ പ്രശ്നത്തിന് അവിടുന്ന് പരിഹാരം കൊടുക്കണമേ. എൻ്റെ യേശു എൻ്റെ കാര്യങ്ങളെല്ലാം നടത്താൻ സർവശക്തനെന്നുള്ള ഉറപ്പും ധൈര്യവും പ്രത്യാശയും കൊടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമനാഥനായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.